ഹായ്, നമ്മളിന്ന് ആക്ച്വലി പോണത് ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ടാണ്. ആയിഷ പള്ളിക്കാണ് പോണത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചുട്ടൂനെ കൊണ്ട് ഉംറ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക്. അപ്പം ഇത് ചെയ്യിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ കുറേ ഡിസ്കഷനിൽ വച്ചിരുന്നു. മീൻസ് വേണോ, ഇവനിപ്പോൾ അതൊന്നും മനസ്സിലാക്കണ പ്രായമായിട്ടില്ലല്ലോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളോട് ഉസ്താദ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പോൾ ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ട് പിന്നെ എന്തിനാ ചെയ്യാണ്ടിരിക്കണേ എന്നുള്ള രീതിയിൽ ഉസ്താദ് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളും വിചാരിച്ചു ഓക്കെ ഗോ ഫോർ ഇറ്റ് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവനെ കൊണ്ട് ഈ ഡ്രസ്സ് എടുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം ഇവന് 5 വയസ്സായല്ലോ, ഇവന് അത്യാവശ്യം ഒരു ബോധമുണ്ട് ഇത് ഏത് ഡ്രസ്സ് വേണം ഏത് ഡ്രസ്സ് വേണ്ട എന്നുള്ളത്. ഇവനിത് ഇട്ടോടുകൂടി ഇവൻ ഭയങ്കര ഡിസ്കംഫേർട്ട്, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്ത് ഈ കോലത്തിലൊക്കെ എടുത്തു. എന്നിട്ട് ഇപ്പോൾ ചിപ്സ് കൊടുക്കണ തന്നെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇവനൊന്ന് അടങ്ങിയിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളിപ്പം ആയിഷപ്പള്ളിയിലെത്തി. ഇവിടുന്ന് ആക്ച്വലി കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഫാദറാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫാറുവാണ് ഇഹ്റാം വെട്ടിയതും നിസ്കരിച്ചതും എല്ലാം. ഇഹ്റാം കെട്ടലും നിസ്കരിക്കലൊക്കെ പാരൻ്റാണ് ചെയ്യേണ്ടെങ്കിൽ കൂടെയും ബാക്കിയുള്ള ഉംറൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഇവനും ചെയ്യണം. അതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ത്വാഫ് ചെയ്യുമ്പോൾ ഇടതുഭാഗം കഅബക്ക് നേരായി നിൽക്കണമല്ലോ. അപ്പം നമ്മൾ ഇവനെ എടുത്തുകൊണ്ട് ചെയ്ത ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ അവനെ ഫ്രണ്ടിലേക്ക് നിർത്തി അങ്ങനെ എടുക്കണം. അത് ഈ തിരക്കിനിടയിൽ എങ്ങനെ നമുക്ക് കഴിയും എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഉസ്താദ് പറഞ്ഞത്, ഇപ്പം കുഞ്ഞിനെ എടുത്ത് ഇപ്പം പാരൻ്റ്, അതായത് ഇപ്പോൾ ഉപ്പ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഉംറ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഉംറ ഉപ്പാക്ക് കിട്ടിയില്ല. ഉപ്പാക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ സെപ്പറേറ്റ് തന്നെ ത്വാഫ് ചെയ്യണം. അപ്പോൾ അതും വലിയൊരു ടാസ്ക്കായി തോന്നി. അതിൽ ഉസ്താദ് തന്നെ പറഞ്ഞു, ഇപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് ഫ്ലോറിൽ ഈ വീൽ ചെയറിന് മാത്രമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അവിടെ ഇവനെ വീൽ ചെയറിൽ ഇരുത്തുക. അതാകുമ്പം എന്തായാലും ഇടതുഭാഗം കഅബയുടെ നേരെ വരുമല്ലോ, എന്നിട്ട് വീൽ ചെയറിൽ ഇവനെ ഇരുത്തി നമ്മൾ ചെയ്യാം. അപ്പം അങ്ങനെ ആകുമ്പോൾ അവൻ്റെ ഉംറയും കിട്ടും നമ്മുടെ ഉംറയും കിട്ടും. അങ്ങനെയായിരുന്നു ഉസ്താദ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലൊരു ഐഡിയയിൽ തോന്നി. അപ്പോൾ നമ്മൾ ആക്ച്വലി ഉസ്താദിന് പരിചയമുള്ള ഒരാളെ ഏൽപ്പിച്ച് ഇങ്ങനെ ആളും കൂടെ വരാം, ആൾ ഷുട്ടൂനെ ഉന്തിയിട്ട് വീൽ ചെയറിൽ ഇരുത്തി ഉന്തുന്ന രീതിയിൽ ചെയ്യാം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. നമ്മൾ ആളെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ പോയി. നിങ്ങൾ കാണുന്നത് ആക്ച്വലി മഗ്‌രിബ് പ്രയറിന്, ഇത് പള്ളിയൊന്നുമല്ല ആക്ച്വലി, ഹറമിൻ്റെ പുറത്തുനിന്നല്ല, പള്ളിയുടെ പുറത്തുള്ള ഭാഗമാണ്. പക്ഷേ എവിടെ വെച്ചിട്ടാണ് നമ്മൾ ബാങ്ക് കൊടുക്കണേ, അവിടെ വെച്ചിട്ട് മുസലിട്ടിരിക്കും എല്ലാവരും, അവിടെ വെച്ച് നിസ്കരിക്കും, അങ്ങനെയാണ് ചെയ്യുക. അപ്പം മീൻസ് റോഡ് മുതലേ ഉണ്ട്, എനിക്ക് അവിടെ മുതലൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പക്ഷേ ആ പള്ളീൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ എനിക്ക് എടുക്കണം തോന്നി നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെയ്യുന്ന സമയത്ത് വീൽ ചെയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ബാരിക്കേഡ് കെട്ടിയ ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് 2 പേർക്ക് കയറാൻ പറ്റുള്ളൂ, മീൻസ് വീൽ ചെയറിൽ ഇരിക്കുന്ന ആളും 2 പേരും. അപ്പോൾ അയാളെ നമ്മളെ കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്കും ഞാനോ ഫാറു ഒരാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരാൾ സെപ്പറേറ്റ് പോകേണ്ടി വരും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, അയാളെ ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ അവനെ ചുട്ടൂന് ഉന്തിയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പം ഒരു ത്വാഫ് ഫാറൂഖുന്തും അടുത്ത ത്വാഫ് ഞാനുന്തും അങ്ങനെയായിരുന്നു. അപ്പം ആക്ച്വലി നല്ലായിരുന്നു. ഉംറയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല റാഹത്തായിട്ട്, മീൻസ് പൊസിഷനൊന്നും തെറ്റാണ്ട് എല്ലാം ചെയ്യാനും ചൊല്ലാനൊക്കെ പറ്റി. പക്ഷേ ഇതിൻ്റെ വലിയൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കഅബയുടെ ചുറ്റും നമ്മളെ ചുറ്റുമ്പോൾ എത്ര ഡിസ്റ്റൻസാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു 3 ഇരട്ടി ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കൂടെ കവർ ചെയ്യണം. അപ്പോൾ അത്രയും നമ്മൾ ടയേർഡാവും. അപ്പം അങ്ങനെ ത്വാഫൊക്കെ നല്ല രീതിയിൽ ചെയ്തു. പക്ഷേ സഹയ്ക്കും ആക്ച്വലി വീൽ ചെയറിന് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ട്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, കാരണം നല്ല ഞാൻ പറഞ്ഞല്ലോ ഉംറേൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും ഷൂട്ട് ചെയ്യാൻ ഞാൻ തന്നെ ഇടയ്ക്കൊന്നും എല്ലാം ഉംറ കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന ക്ലിപ്സാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ.
പക്ഷേ സഹീൻ്റെ സമയത്ത് നമ്മൾ ഹെൽപ്പിന് വിളിച്ച ആളെടുത്തു ഷുട്ടുവിനെ. ആളായിരുന്നു വീൽ ചെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും ഫറുവായെങ്കിലും സെപ്പറേറ്റ് നമ്മൾ ചെയ്യായിരുന്നു ചെയ്തത്. അങ്ങനെ സായിയൊക്കെ കഴിഞ്ഞു, നല്ല രീതിയിൽ ഉംറ ഫിനിഷ് ചെയ്തു. മീൻസ് ഹെയറൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആക്ച്വലി ഷുട്ടിന് ഫുൾ സംശയങ്ങളായിരുന്നു, എന്താണ് ഏതാണ്. അപ്പോൾ ഞാൻ പറയുന്നു ഗോഡിൻ്റെ ഹൗസിലേക്കാണ് പോണത്, ഇവിടുന്ന് നീ പ്രേ ചെയ്യണം, നിനക്ക് വേണ്ടൊക്കെ പ്രേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടാണ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിപ്പിച്ചത് കേട്ടോ. നമ്മൾ പക്ഷെ ഞാൻ പറയണു ഇതൊരു വന്ന നിലക്ക് ചെയ്യാം, അങ്ങനെ ഞാൻ കുട്ടികളെ സജസ്റ്റ് ചെയ്യണുള്ളൂ. കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ ആ രീതിയിലുള്ളൊരു തോട്ടോ ഒന്നും അവർക്കില്ലല്ലോ. അപ്പം എന്തായാലും ഇവിടെ വരെ വന്നു, അപ്പം അത് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യിപ്പിക്കാം, അങ്ങനെ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് എനിക്കത് അത്ര വലിയൊരു എന്താ പറയുക, ഒരു മീനിങ് ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ അപ്പം നമ്മൾ ഉംറയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഇപ്പോൾ നല്ല പള്ളീൻ്റെ വിഷ്വൽസൊക്കെയാണ്. Zamzam കൊണ്ടുപോകണത്. Look at me glowing after third Umrah. The real no makeup look. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ പ്ലാൻ ചെയ്ത 3 ഉംറയും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കഴിഞ്ഞു. അപ്പം റിട്ടേൺ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് 3 ഉംറയെങ്കിലും ചെയ്യണം എന്നായിരുന്നു നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 2 ഉംറ നമ്മൾ സെപ്പറേറ്റും 1 ഉംറ ഷുട്ടിൻ്റെ വെച്ചിട്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഉംറ കംപ്ലീറ്റ് ആയ നൽകി നമുക്ക് കുറച്ച് റിലാക്സ് ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഉംറേൻ്റെ സമയത്ത് നമ്മൾ ഒട്ടും റിലാക്സ് ആയില്ല. എനിക്കൊന്നും 3 ദിവസം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ അത്രയൊക്കെ ഉറങ്ങുമായിരുന്നുള്ളൂ. ബാക്കി ഫുൾ ടൈം നമ്മൾ ഹറമത്ത് തന്നെയായിരിക്കും, എല്ലാ റക്കഴത്തിനും. പിന്നെ ഉംറ പോകാനാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും എഴുത്തിക്കാഫിരിക്കാനൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റജബിൻ്റെ രാത്രി, റജബ് 1 അപ്പോൾ റജബ് 1 രാത്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു നൈറ്റാണ്. അപ്പോൾ അത് മക്കത്ത് അല്ലെങ്കിൽ ഹറമിൽ കഅബൻ്റെ അടുത്ത് കൂടാന്ന് പറഞ്ഞത് ഭയങ്കര വലിയൊരു കാര്യമാണല്ലോ. അപ്പം ഫാറൂർ 1-2 മണിക്കൂർ അവിടെ പോയി ഇരുന്ന് റിട്ടേൺ വന്നു. എന്നിട്ട് ഞാൻ 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ 2 മണി 2:30 ആയപ്പോൾ ഞാൻ ഇറങ്ങി. ജസ്റ്റ് ഖുറാനൊക്കെ എടുത്ത് ഒന്ന് ഓതി കുറച്ച് നേരം അവിടെ ഇരുന്നു, നിസ്കരിച്ചു. ഞാൻ ഇതുവരെ ഉംറ ചെയ്ത സമയത്ത് കഅബനെ തൊടാനോ മീൻസ് നമ്മൾ ഡോറിൻ്റെ അടുത്തേക്ക് പോകാനോ ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് പോകാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഉംറ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് തെറ്റാണ്ടിരിക്കാൻ അത് മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഒന്ന് പോകാനൊക്കെ ആയിട്ട് അടുത്തൊക്കെ ഒന്ന് പോയി. നമ്മൾ വിചാരിക്കണ പോലെയല്ല, നമ്മൾ അത്രയും തിരക്കായിരിക്കും. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇരട്ടി പ്രഷറോട് കൂടി നമ്മൾ ബാക്കിലേക്ക് പോരും, അത്രയും ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു 3 മണി മുതൽ 4 മണി 4 വരെയുള്ള സമയം സ്ത്രീകൾക്ക് കഅബനെ തൊടാനും ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഞാനടക്കം കുറച്ചധികം ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് അവിടെ നിന്ന് ഗ്യാങ് കൂടി നിന്നു ആക്ച്വലി നമ്മളെ സമയമായപ്പോൾ. അപ്പോൾ എവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആണുങ്ങൾ അതേപോലെ തിരിച്ചുകൊണ്ട് ഉന്തുക. നമ്മൾ എന്താ ഞാൻ പറയേണ്ടത്, നമ്മളെ നാട്ടിലെ ആണുങ്ങളെ പോലെയൊന്നും അല്ല, ഭയങ്കര സൈസും ഭയങ്കര വലിയ ആൾക്കാരായിരിക്കും. നമ്മളൊക്കെ അവരൊന്നും തോണ്ടാൻ പോലും കഴിയില്ല. അപ്പോൾ പോലീസ് ഇങ്ങനെ പറയുന്നുണ്ട് മാറൂ, ഇപ്പം സ്ത്രീകളെ സമയമാണ് എന്നൊക്കെ. പക്ഷെ ആര് കേൾക്കാൻ, ആരും കേട്ടില്ല. ലാസ്റ്റ് എനിക്ക് കഅബനെ തൊടാനും വാതിലിൽ തൊടാനും അതിൻ്റെ അടുത്ത് നിൽക്കാനും ഒക്കെ കുറേ നേരം പറ്റി. പക്ഷെ ഹജറുൽ അസ്വദ് തൊടാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനത് തൊടാൻ പോയിട്ട് പരിക്ക് പറ്റിയേ അതിൻ്റെ ഇടയിൽ ചെയ്താൽ ഇത്രയും ദിവസം ഞാൻ ചെയ്ത ഉംറേൻ്റെ എനിക്കുള്ള ആ ഒരു പീസ്ഫുൾനെസ് പോവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനടക്കം കുറേ സ്ത്രീകൾ പിന്നെ പിന്മാറി. ഞാൻ പിന്നെ ആകെയുള്ളൊരിതെന്ന് പറഞ്ഞാൽ റജബ് രാത്രി എനിക്ക് ആ ഡോറിൻ്റെ ഫ്രണ്ടിലിരുന്ന് നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കാനും കുറേ നേരം നോക്കി നിൽക്കാനും പറ്റി. ആക്ച്വലി അതായിരുന്നു ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയം. കുറേ നേരം നോക്കി നിന്നു, ഞാനിങ്ങനെ കൺകുളിർക്കെ ഹാപ്പി ആയിട്ട് നോക്കി നിന്നു. എന്നിട്ട് ആക്ച്വലി ഞാൻ സുബഹയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നത്. ഭയങ്കര റജബിൻ്റെ നൈറ്റ് എനിക്കറിയില്ല, എനിക്ക് ഇത്രയും ദിവസം ഉംറ ചെയ്തതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നുന്നത് റജബ് നൈറ്റ് ഞാൻ അവിടെ നിന്നതാണ്.
അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ ഈ ഡേ ആക്ച്വലി ഭയങ്കര റിലാക്സ്ഡ് ആണ്. ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആക്ച്വലി നമ്മൾ ഇന്നൊരു ദിവസം കൂടെ ഇവിടെ മക്കത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ മദീനത്തേക്ക് പോവുമായിരിക്കും ചെയ്യുക. ഇത് ആക്ച്വലി ക്ലോക്ക് ടവറാണ്. ഇത്രയുമല്ല, ഇത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. എനിക്കിത് കണ്ടിട്ട് ആക്ച്വലി മലേഷ്യേൻ്റെ ഒക്കെ ഒരു വൈബ്. മലേഷ്യയിൽ ഇങ്ങനെയാണ്, അടുപ്പിച്ചടുപ്പിച്ച് വലിയ വലിയ ബിൽഡിങ്ങുകളായിരിക്കും. ഇതിനുള്ളിൽ കയറാൻ പോവാണ്. ഇതിനുള്ളിൽ അൽബേക്ക് ഉണ്ട്. ഇവിടെ വന്നിട്ട് സൗദി വന്നിട്ട് അൽബേക്ക് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. അതുകൊണ്ട് എവിടെ നോക്കിയാലും പ്രാവിനൊരു പഞ്ഞുമില്ല അല്ലേ? എങ്ങനെയാണോ ഇവിടെ തന്നെ നിൽക്കണേ, പറന്നു പോവാതെ? മക്കത്തേക്ക് പോയിട്ടില്ലെങ്കിലും കുറേ റീൽസിലൂടെയും എല്ലാം കൂടിയും കാണുന്നതാണ്. ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ മറ്റേ കഴവ കാണുന്ന ഒരു വ്യൂ. അപ്പോൾ ആ ഒരു വ്യൂ നമ്മൾ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണം, അത് കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിതുപോലെ ഈ നൈറ്റ് ഇവിടെ റൊഹാന ബൈ റൊട്ടാന, അത് റൊട്ടാന ബൈ റൊഹാനിയത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും റൊട്ടാന എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നൈറ്റിലെ വ്യൂ രക്ഷയുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി വ്യൂ, നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും. നമ്മൾ കുറേ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ചുട്ടു, ഹൗ വാസ് ദി വ്യൂ? ആണോ? നമുക്ക് അടുത്ത റൂം ഞാൻ കാണിച്ചിട്ട്. ഇവിടുന്ന് അത്രക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യൂ നമുക്കതെങ്ങനെ ഒരു സ്റ്റക്കായി നോക്കി നിൽക്കും നമ്മൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഉംറക്കൊക്കെ വരുമ്പോൾ അങ്ങനെ അടിപൊളി റൂം എടുക്കുക അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ റൂമിൽ നിൽക്കത്തില്ല. ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങാൻ പറ്റുക. അപ്പോൾ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഹൈ ക്ലാസ് റൂമൊന്നും ആരും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവൽ എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസം നല്ലൊരു വ്യൂവിൽ എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ വ്യൂ ആസ്വദിക്കാനും പറ്റും. ചെയ്യേണ്ട ഉംറയൊക്കെ ചെയ്ത് കഴിയുകയും ചെയ്യും, നല്ല ഉഷാറായിട്ട് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് വ്യൂക്ക് വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ദിവസം നിന്നാലും മതി. അയ്യോ, നമ്മൾ ഡിന്നർ കഴിക്കുന്ന വ്യൂ ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഓ മൈ ഗോഡ്, മാഷാ അല്ലാഹ്. എനിക്കറിയില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാനില്ല, ഇനി എവിടേക്കും ഞാനില്ല. അയ്യോ അയ്യോ അയ്യോ, സൂപ്പറാണോ? അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം കംപ്ലീറ്റ്ലി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് അത്യാവശ്യം വലിയൊരു ഗ്യാങ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സവനീർസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയാണ്. പിന്നെ ഫുഡും തന്നെ ഈ ക്ലോക്ക് ടവറിൽ മൊത്തം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. കുറേ ഷോപ്പുകളുണ്ട്. നമ്മൾ ഓരോ ഷോപ്പിലും കയറി ചെറിയ ചെറിയ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഒരു എന്താ പ്രത്യേകത? കാണാൻ രസമുണ്ട്. ടാറ്റു ആണിത്. എന്ത് സാധനം? ലിപ്സ്റ്റിക്കാണോ? ലിപ്സ്റ്റിക്കാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒന്നും കാണാനില്ല. ഇത് മേടിക്കാം അല്ലേ? എത്ര ഉണ്ട്? 4 ഉണ്ട്. 4 ഞങ്ങൾ ആൾ നിൽക്കൂല. 5-6 ഉണ്ടെങ്കിലേ ഉള്ളൂ തികക്കാൻ പറ്റുക. ഓ, നല്ല ഭംഗിയുണ്ട്. ഉണ്ടോ ഫ്രിഡ്ജ് മാഗ്നറ്റ്? നോക്കട്ടെ. പോരാ, കഴുകൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇതിലും ബെറ്റർ ആ സൂക്കിലുണ്ടായിരുന്നു. പിന്നെ സൗദിക്ക് വരുമ്പോൾ എന്തായാലും അൽബേക്ക് കഴിക്കണം എന്നുള്ളത്
ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇംപ്രിൻ്റ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. കാരണം നമുക്ക് അൽബൈക്ക് ഇല്ലല്ലോ, മസ്കറ്റിലില്ലല്ലോ അൽബൈക്ക്. അപ്പം സൗദിയിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അത്ര വലിയൊന്നുമില്ല, സാധാ ഫ്രൈഡ് ചിക്കനാ, ഹൈപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടെയും നമ്മൾ അവിടെ വരെ ചെല്ലുമ്പോൾ അൽബൈക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല നമ്മുടെ മസ്കറ്റിലെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരിക്കണേ വരുമ്പോൾ എന്തായാലും അൽബൈക്ക് മേടിച്ചോട്ടണം എന്നാണ്. അപ്പോൾ ഞങ്ങൾ അൽബൈക്ക് കയറി കഴിച്ചു. എനിക്ക് അങ്ങനെ അതിഭീകര ടേസ്റ്റൊന്നും തോന്നിയില്ല. അൽബൈക്ക് ഒരു ഓക്കെ അത്രേ തോന്നിയുള്ളൂ. എന്ത് പറ്റി? മാഡാണോ? മാഡ് ഒരു ബബിൾ ഗണ്ണും തപ്പി ഞങ്ങൾ ഈ സൗദി അങ്ങാടി കൂടെ തിരിയുകയാണ്. ഒരുപാട് നേരമായി ബബിൾ ഗണ്ണ് തപ്പി നടക്കണം, എവിടെയും കിട്ടാനില്ല. അവസാനം ഷുട്ടെന്നെ പറയുന്നുണ്ട് സൗദിയിലെ ബബിൾ ഗണ്ണില്ല, ഒമാനിൽ സോ മെനി ഉണ്ട്. അങ്ങനൊക്കെ ഡിമാൻഡോ അത് രണ്ടും ഓക്കെ ആയിരിക്കും. ഇതിൻ്റെ ഓ നല്ല തിരക്കുണ്ടല്ലോ. ഫാറു മറ്റേ അൽത്തസജിൽ പോയി, അവിടെ നിന്ന് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് മേടിച്ചിട്ട് അവിടുന്ന് അവനും കുറച്ച് മേടിച്ച് അങ്ങനെ ചെയ്യാമെന്നാണ് കരുതിയിരിക്കാൻ. അത്യാവശ്യം നല്ല ക്യൂവും റഷും ഉണ്ട്. നമ്മൾ വന്നപ്പം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം അൽബൈക്കിൻ്റെ അവസ്ഥ നോക്ക്. അൽബൈക്കിൻ്റെ എന്നല്ല, മൊത്തത്തിൽ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത്രയും ജനങ്ങളാണ് ഇവിടെ വരുന്നത്. ഇത് ആക്ച്വലി സ്മാഷ് ബർഗറാണിത്. ഇല്ല കേട്ടോ, എന്താ ഞാൻ പറയണ്ടേ, ഞാൻ കുറേ ക്രൗഡ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ക്രൗഡ് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഫോർ ദ ഫുഡ് അതാണ്. ബാക്കിയൊക്കെ ഇത് ഫുഡ് ഇത്ര ക്രൗഡ് ഞാൻ കണ്ടില്ല. ഇവിടെ ഇരിക്കാൻ സ്ഥലമല്ലേ വല്ലാതെ. ഫുഡ് കോർട്ടാട്ടോ അത്. മുകളിലത്തെ ഫ്ലോറും താഴത്തെ ഫ്ലോറും ഫുഡ് കോർട്ടാണ്. ഫുഡൊക്കെ കിട്ടി, ഇരിക്കാൻ സ്ഥലമില്ല. നമ്മളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് മുസല്ല ചെയ്യാണ്. ഓ മൈ ഗോഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ, നൈസ്. ഹസ്ന റാഫി അവിടെ എഴുതി, അഷി സാബിക്ക് ഇവിടെ എഴുതാണ്. അങ്ങനെ ഈ കണ്ട മുസല്ല മൊത്തം നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇതാണ് ലിസ്റ്റ്, 5-6 പേരെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ നടക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ആർക്ക് എന്ത് കൊടുക്കണം എന്നാണ് നോക്കുന്നത്. ഫിക്സ് ആയോ ഷുട്ടു? ഷോ മീ ലൈക്ക് ദിസ്. യാഷുവിനെ നോക്കട്ടെ. യാഷു വിൽ ലൈക്ക് ദാറ്റ്. അതായത് ഇപ്പം ഞങ്ങളെ കൂട്ടത്തിൽ 2 ഹിന്ദു കുട്ടികളുണ്ട്. അവർക്ക് എന്ത് മേടിക്കും? ഹിന്ദുസ് ആയതുകൊണ്ട്. ഇവിടെ ആണെങ്കിൽ മക്ക ആയതുകൊണ്ട് മുസല്ലിം അതും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുക ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പീസ് മേടിക്കാമെന്ന്. ലെറ്റ് മീ സീ. നല്ല ക്യൂട്ടാണ്, ആക്ച്വലി രസമുണ്ട്. I put it 6, 7. Mama. Oi. Mama, it's a 6, 7. 6, 7. Again? Look, 6, 7.
നിങ്ങൾ ആരെങ്കിലും മക്കളുണ്ടോ ഇങ്ങനെ? എവിടെ 6-7 കണ്ടാലും ഇവിടെ കിടന്ന അലർച്ചയാണ്. എന്ത് പറയാൻ. تشتري من ترك مراسينا قدر اوكي تحاسب بس خلاص മദീനയിലെ മാർക്കറ്റാണ് ആക്ച്വലി. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് നമ്മൾ ഇടുന്നത് ഇടത്തൊന്നും നമ്മൾ ഇടത്തില്ല, പക്ഷെ കാണാൻ ഭയങ്കര എന്തോ ആണ്. ഇതൊക്കെ ആരാ ഇടുക എനിക്കറിയില്ല, ഇതൊക്കെ ആരെങ്കിലും ഇടുക, പക്ഷെ അത് കാണാൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സൂത്തനിങ് ആണ്. അങ്ങനെ കുറേ ഉണ്ട്. ഇതാ ഇവിടെ ഒരാള് ഇത് ആക്ച്വലി മറ്റേ മദീനൻ്റെ ഒരു മാർക്കറ്റ് സൈഡാണ്. മാർക്കറ്റ് സൈഡിൽ നിന്നും പറഞ്ഞാൽ ചെറുതായി പുള്ളി ഇങ്ങനെ കുറേ കടകളുണ്ട്. കുറേ കടകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കടകളാണ്. ഇത് മൊത്തം ഈ റൗണ്ട് മൊത്തം ഷോപ്പാണ്. ജസ്റ്റ് എടുത്ത് ഷോപ്പിലേക്ക് കയറി. അപ്പോൾ ജസ്റ്റ് ഈ ബബിളും തപ്പി സൗദി മൊത്തം എൻ്റെ കുട്ടി തപ്പി. എന്താ അറിയില്ല, ബബിള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മുക്കിന് എല്ലായിടത്തും ഉണ്ടാവണത്. അതും ബബിൾ ഗണ്ണ് തന്നെ വേണമായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ഷോപ്പിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു പൊലിവിലാണ്. രാത്രി ഇല്ല. Mama, swap. എങ്ങനെ? ഓ Mama.